നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാനെത്തിയ രമേശ് പിഷാരടിക്കും സംഘത്തിനു നേരെ കല്ലേറുണ്ടായ സംഭവം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തിയ നിയുക്ത MLA സന്ദീപ് വാര്യർ നടത്തിയ റോഡ് ഷോയ്ക്ക് നേരെ വലിയ പറമ്പ് പഞ്ചായത്തിലെ പടന്നക്കടപ്പുറത്ത് ആക്രമണമുണ്ടായി. 3 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. മാത്രമല്ല, ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുയായികളാണ് തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം. ഈ കല്ലേറ് നടക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. സന്ദീപ് വാര്യർ ഇവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് ലോകം ഇന്നുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, നമുക്ക് കാണാം. മാത്രമല്ല, ഈ കല്ലെറിഞ്ഞവരെ കണ്ടെത്തി നിയമപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ, അതായത് നിയമത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറക്കെ വെല്ലുവിളിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ രാത്രിയായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വലിയ പറമ്പ് പടന്നക്കടപ്പുറത്ത് CPM കേന്ദ്രത്തിലെത്തിയപ്പോഴാണ് ആക്രമണം തുടങ്ങിയത്. റോഡ് ഷോയ്ക്ക് നേരെ ഇരുട്ടിൽ നിന്ന് തുരുതുരെ കല്ലേറ്. ഈ കല്ലേറിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KK അമീനും 2 UDF പ്രവർത്തകർക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലേറിനെ തുടർന്ന് CPM UDF പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഒന്നിലേറെ തവണ അക്രമികളെ ലാത്തി വീശി വിരട്ടി ഓടിക്കുന്ന സാഹചര്യമുണ്ടായി. രാത്രി വൈകിയും സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം UDF പ്രവർത്തകരെ ആക്രമിക്കാൻ പടന്നക്കടപ്പുറത്ത് CPM ഒരുക്കങ്ങൾ നടത്തിയതായിട്ടാണ് UDFന്റെ ആരോപണം. നമുക്കറിയാം, ചരിത്രപരമായ അട്ടിമറി വിജയം നേടിയാണ് UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ നിയമസഭയിലേക്ക് എത്തുന്നത്. 5213 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ നേടിയത്. നീണ്ട 6 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ്, അതിനുശേഷമാണ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രതിനിധി MLA സ്ഥാനം തിരിച്ചുപിടിക്കുന്നത് എന്നത് വിജയത്തിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നു. തുടക്കം മുതൽ ലീഡ് വോട്ടലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സന്ദീപ് വാര്യർ വ്യക്തമായ ലീഡ് നിലനിർത്തി. ഓരോ റൗണ്ട് കഴിയും തോറും ലീഡ് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. മണ്ഡലത്തിലുണ്ടായ ശക്തമായ ഭരണവിരുദ്ധ തരംഗം, അതിന് മാറ്റത്തിനായുള്ള ജനത്തിന്റെ ആഗ്രഹം, ഇതെല്ലാം സന്ദീപ് വാര്യർക്ക് അനുകൂലമായി മാറുകയായിരുന്നു. അമ്പരിപ്പിച്ച ഭൂരിപക്ഷത്തിലെ മാറ്റം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF 26,136 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് വിജയം നേടിയിരിക്കുന്നത്. അത്രയും വലിയ ലീഡ് മറികടന്ന് 4400 വോട്ടിന്റെ വിജയത്തിലേക്ക് UDF എത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ നടുക്കിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ഏകോപനവും വികസന മുദ്രാവാക്യങ്ങളും വിജയത്തിൽ നിർണായകമായി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം വിജയം ആഘോഷിക്കാൻ എത്തിയപ്പോൾ ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ഓഫീസിന് നേരെ UDF പ്രവർത്തകർ പടക്കമെറിഞ്ഞു, ചോദ്യം ചെയ്തവരെ കുപ്പി എറിഞ്ഞു പരിക്കേൽപ്പിച്ചു. മാത്രമല്ല, പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. മുൻ MPയും സംസ്ഥാന സമിതി അംഗവുമായ NN കൃഷ്ണദാസിനെ പോലീസ് കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പോലീസ് UDF അക്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും. എന്തായാലും ഇത്തരത്തിൽ പലയിടത്തും കോൺഗ്രസിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് വിജയത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം പ്രതികരിച്ച പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. രമേശ് പിഷാരടിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിചാരിച്ചാണ് ഭാഗ്യം. അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനാണ്, പക്ഷെ നല്ല രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാടിന് വേണ്ടതൊക്കെ കൊണ്ടുകൊടുക്കാൻ, പാലക്കാട്ട് ജനങ്ങൾ മണ്ഡലത്തിന് വേണ്ടതല്ല കേരളത്തിന് വേണ്ടത് കൊണ്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായ സംശയമുണ്ട്. നന്നായിട്ട് യാതൊരു വിധമായിട്ടുള്ള പതറലും കൂടാതെ മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയുന്ന ഒരു അപൂർവ വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ അവതാരകനായിട്ട് അദ്ദേഹത്തെ വയ്ക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ നിയമസഭയിൽ ഒരു സാമാജികനായിട്ട് അദ്ദേഹം പോകുന്നത് കൊണ്ട് പാലക്കാടിനോ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിനോ നമ്മുടെ എല്ലാമായ കേരളത്തിനോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. കോൺഗ്രസിനോട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥി ആക്കിയതുകൊണ്ട് മാത്രം ജയിച്ച ഒരാളുമാണ്. ഞാൻ അദ്ദേഹത്തെ ആക്കുകയല്ല, പക്ഷേ ഈ സത്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം തമാശകൾ പറയുമായിരിക്കാം, വാതോരാതെ സംസാരിക്കും, അതൊരു കഴിവ് തന്നെയാണ്. നമ്മുടെയൊക്കെ വായിലെയാണെങ്കിൽ ഉമിനീര് പറ്റിപ്പോവും. അദ്ദേഹം മണിക്കൂറുകളോളം സംസാരിച്ച് ഇങ്ങനെ പോകും. നമുക്കൊക്കെ ആണെങ്കിൽ ബോറടിക്കും. നമ്മൾ തന്നെ സംസാരിക്കും, നമുക്ക് തന്നെ ബോറടിക്കും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിമിഷമില്ല, ബോറടിയുടെ ഒരു നിമിഷമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
പിന്നെ സിനിമയിലെ ഒരു കലാകാരനാണ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് പോലും, കലാകാരനായിട്ട് പോലും കോൺഗ്രസ്സിന് തരംഗമുണ്ടായിട്ടും നമ്മൾ നോക്കൂ, അവിടെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 13,147 വോട്ടുകൾ മാത്രമാണ്, അല്ലേ? അത്രയേ ഉണ്ടായുള്ളൂ. അതേസമയം കേരളം വെറുക്കുന്ന, CPM വെറുക്കുന്ന, CPM വേട്ടയാടിയ നമ്മുടെ അടൂരുകാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങു ദൂരെ പാലക്കാട്ട് വടക്ക് പോയി ജയിച്ചത്, ഉപതെരഞ്ഞെടുപ്പിൽ 2021 ജയിച്ചത്, 2024 ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഏതാണ്ട് 18,000 വോട്ടുകൾക്കാണ്. അപ്രതീക്ഷിതമായ വിജയമായിരുന്നു. ഇറ്റ് വാസ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. അങ്ങനെയുള്ളൊരു സംഭവമാണ് അദ്ദേഹം നേടിയത്. അത് മറികടക്കാൻ പാലക്കാടിൻ്റെ സ്വന്തം പുത്രനായിട്ടുള്ള ഷാഫി പറമ്പിലിന് പോലും കഴിഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ ഈ ശ്രീധരനുമായിട്ടുള്ള മത്സരത്തിൽ കേവലം 3,000 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഈ ശ്രീധരൻ്റെ സ്ഥാനത്ത് ആ 3,000 കൂടി കടത്തി വെട്ടിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് തകർക്കാനും പിഷാരടിയെ വിജയിപ്പിക്കാനും ഒരു പ്ലോട്ട് ആസൂത്രണം ചെയ്തു. ആ പ്ലോട്ട് ഇതാണ്: BJPയിൽ നിന്ന് തന്നെയുള്ളൊരു സ്ത്രീയെ, ആലപ്പുഴക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയെ വിലക്കെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് അവിടെ പെൻഷൻ പറ്റിയ ഒരു സ്ത്രീക്ക് 5,000 രൂപ മറ്റും കൊടുത്തു. അത് വലിയ കുറ്റമായി. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ബഹളമായി, വലിയ രാഷ്ട്രീയ കോലാഹലം, വലിയ കോളിളക്കം. ഇവിടെ യേശുക്രിസ്തുവിനെയാണ് ഓർമ്മ വരുന്നത്. മഗ്ദലന മറിയത്തെ അല്ലേ ജനങ്ങൾ കുറ്റപ്പെടുത്തിയപ്പോൾ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയുമെന്ന് പറഞ്ഞു, അല്ലേ? അത് എന്നേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്ന ആരും ആയിക്കോട്ടെ, അതൊരു സ്ത്രീ, ഹാർലറ്റ് എന്ന് പറയുന്ന ഒരു വേശ്യ സ്ത്രീയെ ജനങ്ങളെല്ലാം കൂടി കല്ലെറിഞ്ഞപ്പോൾ യേശുക്രിസ്തു ആ ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവൾക്ക് നേരെ കല്ലെറിയൂ. ജനക്കൂട്ടം കല്ല് താഴെയിട്ടിട്ട് പിന്തിരിഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ. ഏത് സ്ഥാനാർത്ഥിയാണ് ഇതുപോലെ പണം കൊടുക്കാത്തത്, പണം മുടക്കാത്തത്? നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥി നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇയാൾ ഈ ഷോ ഒക്കെ നടത്തിയത് പിന്നെ 25 ലക്ഷം രൂപയിൽ ഒതുങ്ങിക്കൊണ്ടാണോ? കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ടുണ്ട്. അവിടെ പ്രചാരണം നടത്തിയവർക്ക് വേണ്ടി വൻകിട ഹോട്ടലിൽ പോയി അവരെ താമസിപ്പിച്ചിട്ട് പാർട്ടി നടത്തിയിട്ടുണ്ട്, ഇല്ലേ? എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നു. 25 ലക്ഷം എന്ന് പറയുന്നത് ഒരു ലക്ഷ്മണരേഖയാണ്. ആ ലക്ഷ്മണരേഖ കടന്ന് മുറിച്ചുകൊണ്ടാണ് ഈ ജയങ്ങൾ ഈ 140 മണ്ഡലങ്ങളിലേക്ക് ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു എക്സെപ്ഷൻ ഞാൻ കൊടുക്കുന്നത് പുതുപ്പള്ളിയിൽ മത്സരിച്ച ചാണ്ടി ഉമ്മന് മാത്രമാണ്. ഒരാർഭാടവുമില്ല, നിരാർഭാടമായിട്ടുള്ള പ്രചാരണം നടത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം പിടിച്ചു. ഇത് ഈ പറയുന്ന നമ്മുടെ രമേശ് പിഷാരടി ചെയ്തിട്ടില്ലേ? അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ പറയട്ടെ. ഇപ്പം ശോഭാ സുരേന്ദ്രൻ മാത്രം ഭാവിയും ബാക്കിയെല്ലാം അങ്ങ് പുണ്യാളന്മാരും വിശുദ്ധ കന്യാമറിയങ്ങളുമായിട്ട് അങ്ങ് മാറുക. അങ്ങനല്ലല്ലോ. പ്രായോഗികമായ പല പയറ്റുകളും അംഗങ്ങളും നിങ്ങൾക്ക് നടത്തേണ്ടി വരും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. അതിവിടെയും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അതിന് കൂട്ടായി നിന്നത് BJPയിലെ ഒരു സ്ത്രീ തന്നെയാണ് അവരെ ഒറ്റുകൊടുത്തത്.